പരിശുദ്ധ റമദാനിലെ 30 ദിവസത്തെ അല്ലെങ്കിൽ 29 ദിവസത്തെ നോമ്പ് ഒരു കാരണവശാലും ആരോഗ്യമുള്ള ഒരാൾക്ക് എണ്ണം കുറയാൻ പാടില്ല. രോഗമോ യാത്രയോ ആയാൽ എണ്ണം പൂർത്തിയാക്കണമെന്നാണ്. ഇവിടെയാണ് ഈ ഒരു റമദാനിലെ നോമ്പിൻ്റെ അനിവാര്യതയും സൂക്ഷ്മതയും ഓരോ മുസൽമാനും കരുതേണ്ടത്. ഉദ്റൊന്നും കൂടാതെ, കാരണമൊന്നും കൂടാതെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചതാണ്, മൻ ഫാതഹു റമദാൻ, റമദാനിലെ ഒരൊറ്റ നോമ്പ് കാരണം കൂടാതെ ഒഴിവായിപ്പോയാൽ അവൻ ഒരു കാലഘട്ടം മുഴുവൻ പകരം വീട്ടിയാലും ഖളാ ചെയ്താലും അതിന് പകരമാവുകയില്ല. വ ഇൻ സ്വാമഹു, അവൻ നോറ്റ് വീട്ടിയാലും ശരി അതിന് പകരമാവുകയില്ല എന്ന തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ വിജ്ഞാപനം നാം ശ്രദ്ധിക്കണം. ചെറിയ ചെറിയ കാരണങ്ങൾക്കൊക്കെയും കാരണമില്ലാതെയും റമദാനിലെ നോമ്പ് നഷ്ടപ്പെടുത്തുന്ന മുസ്ലിം സഹോദരങ്ങൾ വളരെ ഗൗരവത്തോടുകൂടി ശ്രദ്ധിക്കണമത്. പ്രത്യേകിച്ച് അള്ളാഹു നമുക്ക് ആരോഗ്യം തന്നു, ഇഷ്ടാനുസരണം വായു, വെള്ളവും ഭക്ഷണവും എല്ലാം തന്നു. 10-20 മണിക്കൂർ നേരം ആഹാരമൊന്നും കഴിച്ചില്ലെങ്കിലും ശരീരത്തിന് ഒരു കോട്ടവും വരാത്ത വിധത്തിലുള്ള സംവിധാനം, ശാരീരിക ക്രമീകരണം സൃഷ്ടാവായ പടച്ചവൻ നമുക്ക് സമ്മാനിച്ചു. എന്നിട്ട് അതിൻ്റെ സുരക്ഷിതാവസ്ഥയ്ക്ക് വേണ്ടിയും അള്ളാഹുവിനോടുള്ള തഖ്വാ ബോധത്തിൻ്റെ പേരിലും നിങ്ങൾ അങ്ങനെ ഒരു കാര്യം നിർവഹിക്കണമെന്ന് പറഞ്ഞാൽ അത് അനുഷ്ഠിക്കാതിരിക്കുന്നത്, അതിനോട് പുറംതിരിഞ്ഞു നിൽക്കുന്നത് ധിക്കാരപരമായ ഒരു സമീപനാണ്. ഉദ്റൊന്നുമില്ലാതെ, കാരണമൊന്നുമില്ലാതെ ഒരു നോമ്പ് പരിശുദ്ധ റമദാനിൽ നഷ്ടപ്പെടുത്തിയാൽ, നാം അത് ഖളാ വീട്ടിയാൽ പോലും, ഒരു യുഗാബ്ദങ്ങൾ മുഴുവൻ ഖളാ വീട്ടിയാലും റമദാനിലെ ആ നോമ്പിൻ്റെ സ്ഥാനത്തെത്തുകയില്ല എന്ന തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്ക് ഒന്നുകൂടി ശ്രദ്ധിക്കുക.